കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് കവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ കുറച്ചായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തെടുത്തിട്ട്, അപ്പോൾ നമുക്ക് ഇന്ന് പ്ലാസ്റ്റിക് കവറിലുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ കളറിലുള്ള പ്ലാസ്റ്റിക് കവർ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ തുടക്കം കുറിക്കാം. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കവർ നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് നമ്മുടെ ഒരു ഫിംഗറിൻ്റെ ആ ഒരു നീളത്തിൽ ഒരളവിൽ ഇതുപോലൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നൂല് വെച്ചിട്ട് ഒന്നാമത്തെ ഐറ്റം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫിംഗറിൻ്റെ ആ ഒരു നീളത്തിൽ ഇത് അത്രയും ഉണ്ടാക്കി. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഒരു എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവർ അത്രയും സെയിം മോഡലിൽ ഒരുപാടെണ്ണം പറ്റുന്ന അത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ താഴ്ഭാഗത്തായതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് പോർഷൻ പൊന്തി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇത്രയും മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയാണ് വൈറ്റ് കളർ, നമ്മുടെ മെയിൻ താരമായിട്ടുള്ള വൈറ്റ് കളറിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്തെ ആ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ല, അതിനൊന്ന് കട്ട് ചെയ്തങ്ങ് കളയുക. പിന്നെ ഇത് ഒരേ നീളത്തിൽ ബാക്കിയെല്ലാം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരേ നീളത്തിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ. നിങ്ങളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷനും ആ ഒരു താഴത്തെ അത്രയും പോർഷൻ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ബാക്കിയുള്ള അത്രയും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇത്രയും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, ജോയിൻ്റ് ആയിട്ടുള്ള ആ രണ്ട് പോർഷനും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോ പ്ലാസ്റ്റിക് കവറായിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ വശങ്ങളും രണ്ട് വശങ്ങളും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടത്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഇതുപോലൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ നമ്മളെ ഉദ്ദേശിച്ച രീതിയിൽ വരുമോ എന്ന്. അപ്പോൾ ഇനി ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു പ്ലാസ്റ്റിക് കവറിന് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ രണ്ട് മടക്കിയതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ എപ്പോഴും ആ താഴെ നമ്മൾ പിടിച്ചിട്ടുള്ള അത്രയും ആ ഒരു കൈ വിട്ടു കൊടുക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ അത് അവസാനം വരെ ഇതുപോലൊന്ന് ചുറ്റി ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയും നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് എന്തുപോലെയാണ് തോന്നുന്നത്? ഞാനൊരു റോസാപ്പൂവാണ് ഉദ്ദേശിച്ചത്. സംഭവം റോസാപ്പൂവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് കളറായതുകൊണ്ട് കളർഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ ഇത് വൈറ്റ് കളർ ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അത് എന്താണെന്ന് മനസ്സിലാകാൻ പറ്റാതെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ആ താഴത്തെ ഭാഗത്ത് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്നാമത്തെ റോസാപ്പൂ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തേതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഇതങ്ങ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവറാണ്. ഒന്നല്ലെങ്കിൽ കത്തിച്ച് കളയും, അല്ലെങ്കിൽ ഈ ഒരു ഹരിതകർമ്മസേനയുടെ ആളുകളുടെ കയ്യിൽ കൊടുത്തേക്കും. അപ്പോൾ ഇതുപോലെ നല്ല പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ എടുത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നമ്മുടെ വീട് മനോഹരമായിട്ട് തന്നെ അലങ്കരിച്ച് വയ്ക്കാം. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ 2 റോസാപ്പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുത്ത് ഞാൻ ബാക്കി ഇത്രയും റോസാപ്പൂക്കൾ 2 പ്ലാസ്റ്റിക് കവറാണ്. 2 പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഇത്രയും റോസാപ്പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ആണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. 2 കളർ, ഒരു വൈറ്റും പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു പിങ്ക് അല്ലെങ്കിൽ ഓറഞ്ച് കളർ, അങ്ങനെയൊക്കെ കവറുകളൊക്കെ ഉണ്ടാവില്ലേ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ട്. ഇനി 2 ഈർക്കിലെടുത്തിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ കയ്യിൽ ബാമ്പൂ സ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈർക്കിലെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലീഫ് ഉണ്ടല്ലോ, അതിൻ്റെ ടോപ്പ് പോർഷനിൽ ഇതുപോലെ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം ആ ഒരു താഴ്ഭാഗത്ത് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ അടുത്ത് ഇതുപോലെ ലീഫ് വെച്ചു, വീണ്ടും നൂല് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച അത്രയും ലീഫ് ഇതിലോട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ മാക്സിമം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ, മൂന്നാമത്തവനും കൂടെ വെച്ചപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ചാനലിലെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ മാത്രമല്ല, അത് കൂടാഞ്ഞിട്ട് ഒരുപാട് വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. വെറുതെ കണ്ടിട്ട് പോയാൽ പോരാ, നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ട്രൈ ചെയ്യാനും മടിക്കരുത്. എന്നാലും നമ്മൾ കളയുന്ന ഐറ്റംസ് ആണ്, അതൊക്കെ വെച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ലീഫെല്ലാം മാക്സിമം വെച്ച് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ റോസാപ്പൂക്കളും ഇതുപോലെ നൂല് വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കെട്ടി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ വൈറ്റ് കളറായപ്പോൾ എനിക്ക് വലിയൊരു ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഫൈനലിൽ. പക്ഷേ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്നെനിക്ക് തോന്നി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈറ്റ് മാത്രം വച്ച് കൊടുക്കുമ്പോൾ വലിയ ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ, അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് പൂ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് ഇതുപോലെ കൊടുത്താൽ മതി. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു വൈറ്റ് കളറാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പെയിൻ്റ് അടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇത് ചെയ്തെടുത്തതിന് ശേഷം കളർഫുള്ളായിട്ടുള്ള കുറച്ച് പൂക്കളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ വച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കളറും കൂടെ മിക്സ് ആയിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി തോന്നുന്നുണ്ടായിരുന്നു. തീരെ ഭംഗിയില്ലെന്നല്ല, എന്നാലും അതിൻ്റെ കൂടെ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു അട്രാക്റ്റീവായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിനേക്കാളും അടിപൊളിയായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കുറച്ചുകൂടെ ഭംഗി കൂട്ടിയിട്ട് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് എന്ന് ഞാൻ പറയുന്നില്ല. റോസാപ്പൂ ഉണ്ടാക്കാൻ മാത്രമേ ഇത്രയും ടൈം എടുത്തു.
അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തതിന് സപ്പോർട്ട് ചെയ്യുക, മടിക്കണ്ട. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.